എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമുക്ക് യൂണിവേഴ്സിൽ നിന്ന് തരുന്ന ഗൈഡൻസ് എന്താണെന്നാണ്. ദൈവം നമ്മളോട് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം ഏത് കാര്യത്തിലാണ് നമ്മൾ ശരിക്കും ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത്. ഷഫിൾ ചെയ്ത് വെച്ചേക്കുവാണ്, നമുക്ക് നോക്കാം. ഏറ്റവും നല്ലൊരു കാർഡാണിത്. കാരണം എന്തിലോ നമുക്ക് നല്ല ഇൻട്രസ്റ്റ് തോന്നുന്നുണ്ട്. ഏതോ കാര്യത്തിലോട്ട് നമുക്ക് ഒരു നല്ല ഇൻട്രസ്റ്റ് തോന്നാം. അത് റിലേഷൻഷിപ്പ് ആകാം, അല്ലെങ്കിൽ നമ്മുടെ കരിയറുമായിട്ടാകാം, അല്ലെങ്കിൽ നമ്മുടെ വേറെ ഏതെങ്കിലും ഫീൽഡിലാകാം. നമുക്ക് എന്തിനോടോ ഒരു ഇൻട്രസ്റ്റ് നല്ലതായിട്ട് തോന്നുന്നുണ്ട്. അതിനകത്തോട്ട് നമ്മൾ നോക്കി നിൽക്കുന്നുമുണ്ട്. അത് ചെയ്യണമെന്നുള്ള ആഗ്രഹം തോന്നുന്നുണ്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ അടുത്ത് വന്നേക്കാം, അത് അടുത്ത് വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷേ യൂണിവേഴ്സ് പറയുന്ന ഒരു കാര്യം, ഈ അട്രാക്ഷൻ, ഇപ്പോൾ ഈ നോക്കി നിൽക്കുന്ന ഈ അട്രാക്ഷൻ, അത് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇത് നിലനിർത്തിക്കൊണ്ട് പോകണമെന്നാണ്. ഇതിനകത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എനർജി വരുന്നിടത്ത് നമുക്ക് ഇപ്പോൾ ഒരു ക്യൂരിയോസിറ്റി തോന്നാം. അത് ചിലപ്പോൾ ക്യൂരിയോസിറ്റി തോന്നാം, പക്ഷേ അത് കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ ഇച്ചിരി കുറയാനുള്ള സാധ്യതയുണ്ട്. ഈ ആദ്യം തോന്നുന്ന ആ ഒരു എനർജി പിന്നീട് വരാനുള്ള സാധ്യത കുറവാണ്. ഇതൊരു എൻഗേജ്മെൻറ്റോ അല്ലെങ്കിൽ ഒരു കല്യാണമായിട്ടോ അല്ലെങ്കിൽ ഒരു പെണ്ണ് കാണലോ ഈ പ്രപ്പോസൽ വരുന്നതോ എന്തും ആകാം കേട്ടോ, അതും കാണിക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഇപ്പോൾ യൂണിവേഴ്സ് പറയുന്നത്, അഥവാ കരിയറിനകത്തോ അല്ലെങ്കിൽ നമുക്ക് റിലേഷൻഷിപ്പിനകത്തോ ഒക്കെ നമുക്ക് ഒരു അട്രാക്ഷനോ അല്ലെങ്കിൽ ക്യൂരിയോസിറ്റി, ഒരാളെ നമ്മൾ കണ്ടു അല്ലെങ്കിൽ നമുക്കൊരു പുതിയ ജോലിയോടൊരു ആഗ്രഹം തോന്നി, ആ ഒരു ആഗ്രഹം അത് കണ്ടിന്യൂസ് ആയിട്ട് അത് നിലനിർത്തിക്കൊണ്ട് പോകണം. ഇപ്പോൾ ഉള്ള എനർജി അതുപോലെ തന്നെ നിലനിർത്തിക്കൊണ്ട് പോകണമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഏറ്റവും നല്ലൊരു എനർജിയാണ്. പക്ഷേ ഇതൊരു എന്ന് വെച്ചാൽ അത്ര പക്വതയില്ലാത്ത എനർജിയാണ്. അതുകൊണ്ട് ചിലപ്പോൾ ഇത് കുറയാൻ സാധ്യതയുണ്ട്, ഈ എനർജി. അതുകൊണ്ട് ആ എനർജി കുറയാൻ നമ്മൾ സമ്മതിക്കരുത്. ഈ എനർജി നിലനിർത്തിക്കൊണ്ട് പോവുക. ഇതാണ് നമുക്കിന്ന് തരുന്ന ഗൈഡൻസ് യൂണിവേഴ്സ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, കമൻറ്റ്, സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.